In this video, we are going to discuss two protocols such as BOOTP and DHCP used for finding IP address from physical address. In the last video, we have already discussed two protocols such as ARP and RARP. ARP is used for finding the physical address from IP address, and RARP is also used for finding IP address from physical address. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന രണ്ട് പ്രോട്ടോക്കോളാണ് BOOTPയും DHCPയും. BOOTPയും DHCPയും എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? IP അഡ്രസ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രം ഫിസിക്കൽ അഡ്രസ്സിൽ നിന്ന് IP അഡ്രസ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോക്കോളാണ് BOOTPയും DHCP. അപ്പോൾ ആദ്യം നമുക്ക് BOOTP എന്താണെന്ന് നോക്കാം. BOOTP മീൻസ് ബൂട്ട് സ്ട്രാപ്പ് പ്രോട്ടോക്കോൾ. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ, ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോളാണ്, ഡിസൈൻ ടു പ്രൊവൈഡ് എ ഫിസിക്കൽ അഡ്രസ് ടു ലോജിക്കൽ അഡ്രസ് മാപ്പ്. ഫിസിക്കൽ അഡ്രസ്സിൽ നിന്ന് ലോജിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോളാണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഇതിനകത്ത് ഇനി പ്രത്യേകത എന്ന് പറഞ്ഞാൽ BOOTP എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണെന്ന് പറഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് IP അഡ്രസ്സാണ്. അപ്പോൾ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഇത് നെറ്റ്വർക്ക് ലെയർ വരെ ട്രാവൽ ചെയ്യണം. അപ്പം ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് പ്രസൻറ്റേഷൻ സെഷൻ ലെയറൊക്കെ പാസ് ചെയ്ത് എവിടെ വന്ന് ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നു. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന ഡെലിവറി മെക്കാനിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോക്കോളാണ് TCPയും UDP. അപ്പം അതിനകത്തുള്ള UDP പാക്കറ്റിനകത്ത് BOOTPയുടെ റിക്വസ്റ്റ് എൻക്യാപ്സുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് അടുത്ത നെറ്റ്വർക്ക് ലെയറിലോട്ട് വരും. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൽ ഇത് ട്രാവൽ ചെയ്യാൻ വേണ്ടി അവിടുത്തെ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യും. അപ്പോൾ IP പ്രോട്ടോക്കോളിനകത്ത് ഈ UDP പാക്കറ്റ് എൻക്യാപ്സുലേറ്റ് ചെയ്ത് വെക്കും. അപ്പം BOOTP മെസ്സേജ് അല്ലെങ്കിൽ BOOTPയുടെ റിക്വസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം UDP പാക്കറ്റ് എൻക്യാപ്സുലേറ്റ് ചെയ്യും. എന്നിട്ട് UDP പാക്കറ്റ് IP പാക്കറ്റിൽ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടാണ് ഈ മാപ്പിംഗ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ലെയറിലൂടെ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായാലും ഇപ്പോൾ BOOTP മെസ്സേജസ് ആർ എൻക്യാപ്സുലേറ്റഡ് ഇൻ എ UDP പാക്കറ്റ് ആൻഡ് UDP പാക്കറ്റ് ഇറ്റ്സെൽഫ് ഈസ് എൻക്യാപ്സുലേറ്റഡ് ഇൻ IP പാക്കറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് UDP IP ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ UDP ട്രാൻസ്പോർട്ട് ലെയറിലും IP എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ BOOTP എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ അഡ്രസ്സ് ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്ത്, അതായത് രണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ക്ലയൻറ്റും BOOTPയുടെ ക്ലയൻറ്റും സെർവറും സെയിം നെറ്റ്വർക്കിലിരിക്കുന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്ലയൻറ്റും സെർവറും ഡിഫറൻറ്റ് നെറ്റ്വർക്കിലിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്ലയൻറ്റ് ആൻഡ് സെർവർ ഓൺ ദ സെയിം നെറ്റ്വർക്കിൽ തന്നെയാണ് ക്ലയൻറ്റും സെർവറും ഇരിക്കുന്നത്. അപ്പം ഒരു ക്ലയൻറ്റിന് IP അഡ്രസ്സ് അറിയത്തില്ല. അപ്പോൾ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം BOOTP ക്ലയൻറ്റ് ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞ RARP പറഞ്ഞതുപോലെ തന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ ആ നെറ്റ്വർക്കിലോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സെർവർ ഉണ്ടെന്ന് അറിയാലോ. RARPയിൽ ഒരു സെർവർ മെഷീനുണ്ട്, അതുപോലെ ഇവിടെ ഒരു സെർവർ മെഷീനുണ്ട്. ആ സെർവർ മെഷീനകത്ത് നെറ്റ്വർക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ മെഷീൻ്റെയും IP അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും വെച്ചിട്ടുള്ളൊരു ടേബിള് ഉണ്ട്. അപ്പോൾ ആ ടേബിൾ നോക്കിയിട്ടാണ് ഈ മാപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ BOOTP ക്ലയൻറ്റിന് ഏത് സിസ്റ്റത്തിന് ഏത് ഹോസ്റ്റിൻ്റെ ആണോ IP അഡ്രസ്സ് വേണ്ടുള്ളത്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ്സ് ഈ BOOTP ക്ലയൻറ്റിൻ്റെ മെസ്സേജിൻ്റെ ഒരു ഫീൽഡിൽ കാണും. എന്നിട്ട് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ മെഷീനും കിട്ടും, പക്ഷേ സെർവർ മാത്രമായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ സെർവർ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ടേബിൾ നോക്കിയിട്ട് കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ് ടു IP അഡ്രസ് മാപ്പിംഗ് കണ്ടുപിടിക്കും. അതായത് മെസ്സേജിനകത്തിരിക്കുന്ന ഫിസിക്കൽ അഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യും, അടുത്ത പാക്കറ്റ് സെർവറിൻ്റെ ഒരു പാക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് യൂണിക്കാസ്റ്റ് ചെയ്യും. അപ്പോൾ അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് BOOTP റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ബിക്കോസ് ഓഫ് ദ ക്ലയൻറ്റ് ഡസ് നോട്ട് നോ ദ IP അഡ്രസ് ഓഫ് ദ സെർവർ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ IP അഡ്രസ്സ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തുള്ളൊരു ഹോസ്റ്റ് അപ്പം അങ്ങനെ അഡ്രസ്സ് കണ്ടുപിടിക്കും. ഏതാ ക്ലയൻറ്റ് ആൻഡ് സെർവർ ഉണ്ട് സെയിം നെറ്റ്വർക്ക്, അതായത് RARPയിൽ ചെയ്യുന്ന അതേ മെക്കാനിസം തന്നെ. അത് നമ്മളിവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്
ക്ലയൻറ്റും സെർവറും ഡിഫറൻറ്റ് നെറ്റ്വർക്കിലിരിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ ബൂട്ട് പി ക്ലയൻറ്റ് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ബൂട്ട് പി ക്ലയൻറ്റ്, ആ ബൂട്ട് പി ക്ലയൻറ്റ് ഒരു നെറ്റ്വർക്കിലും ബൂട്ട് പി സെർവർ എന്ന് പറയുന്നത് അടുത്ത റൈറ്റ് സൈഡിലിരിക്കുന്ന അടുത്ത നെറ്റ്വർക്കിലുമാണ് ബൂട്ട് പി സെർവർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റ് ഇരിക്കുന്ന നെറ്റ്വർക്കിനെയും സെർവർ ഇരിക്കുന്ന നെറ്റ്വർക്കിനെയും കണക്ട് ചെയ്ത് ഒത്തിരി ഇൻ്റർമീഡിയറ്റ് നെറ്റ്വർക്കുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൂട്ട് പി ക്ലയൻറ്റ് എന്ത് ചെയ്യും, മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും. ബൂട്ട് പി ക്ലയൻറ്റ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പം ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് നെറ്റ്വർക്കിലായതുകൊണ്ട് ഈ ക്ലയൻറ്റ് ഇരിക്കുന്ന നെറ്റ്വർക്കിൽ നിന്ന് അടുത്ത നെറ്റ്വർക്കിലോട്ട് ഇതിനെ പാസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡയഗ്രാം നോക്കിയാൽ ബൂട്ട് പി ക്ലയൻറ്റ് ഇരിക്കുന്ന ആ നെറ്റ്വർക്കിൽ തന്നെ ഒരു മെഷീനുണ്ട്, ഒരു ഹോസ്റ്റ്. അതെന്ന് പറയുന്നത് റിലേ ഏജൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ റിലേ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടറാണ്. അതായത് ആപ്ലിക്കേഷൻ ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടറാണ്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബൂട്ട് പി ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും റിലേ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ റിലേ ഏജൻ്റ് എന്ന് പറയും. ഈ ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടറിന് റിലേ ഏജൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൂട്ട് പി റിക്വസ്റ്റ് എന്ത് ചെയ്യും, ഈ റിലേ ഏജൻറ്റിൽ കിട്ടും. കാര്യം ബൂട്ട് പി ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പം റിലേ ഏജൻറ്റ് അതിന് മേടിച്ചിട്ട് റിലേ ഏജൻറ്റിന് അടുത്ത നെറ്റ്വർക്കിലിരിക്കുന്ന സെർവറിൻ്റെ അഡ്രസ്സ് അറിയാം, യൂണിക്കാസ്റ്റ് അഡ്രസ്സ് അറിയാം. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ റിലേ ഏജൻറ്റ് ബൂട്ട് പിയുടെ ക്ലയൻറ്റ് മെസ്സേജിനെ, ബൂട്ട് പിയുടെ ക്ലയൻറ്റ് റിക്വസ്റ്റിൻ്റെ മെസ്സേജിനെ റിലേ ഏജൻറ്റിൻ്റെ പാക്കറ്റിൽ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് അതിന് അടുത്ത നെറ്റ്വർക്കിലോട്ട് യൂണിക്കാസ്റ്റ് ചെയ്യും. യൂണിക്കാസ്റ്റ് മീൻസ് റിലേ ഏജൻറ്റിന് ബൂട്ട് പി സെർവറിൻ്റെ എന്തറിയാം, IP അഡ്രസ്സ് അറിയാം. അതുകൊണ്ട് പിന്നെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, യൂണിക്കാസ്റ്റ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ പറയാം, ബൂട്ട് പി ക്ലയൻറ്റ് ആദ്യം ഒരു മെസ്സേജ് ഉണ്ടാവും. ബൂട്ട് പി ക്ലയൻറ്റ് IP അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഡിഫറൻറ്റ് നെറ്റ്വർക്കിൽ ഇരിക്കുന്നത് കൊണ്ട് അടുത്ത നെറ്റ്വർക്കിലോട്ട് പാസ് ചെയ്യത്തില്ല. പക്ഷേ അപ്പോൾ അവിടെ എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ തന്നെ ഇരിക്കുന്ന ഒരു മെഷീൻ, അത് ആ മെഷീൻ ചിലപ്പോൾ ഹോസ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു റൂട്ടർ ആവാം. ആ മെഷീൻ എന്ന് പറയുന്നത് ഒരു റിലേ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ മെഷീൻ എന്തറിയാം, അടുത്ത നെറ്റ്വർക്കിലിരിക്കുന്ന സെർവറിൻ്റെ IP അഡ്രസ്സ് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ മെസ്സേജ് ബൂട്ട് പി ക്ലയൻറ്റിനകത്ത് നിന്ന് കിട്ടുന്ന മെസ്സേജിന് റിലേ ഏജൻറ്റിൻ്റെ പാക്കറ്റിൽ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് നെറ്റ്വർക്കിലൂടെ യൂണിക്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതെവിടെ എത്തും, അടുത്ത ഇൻ്റർമീഡിയറ്റ് നെറ്റ്വർക്കിലുള്ള റൂട്ടറും അടുത്ത ഡിഫറൻറ്റ് റൂട്ടർ വഴി പാസ് ചെയ്ത് ഫൈനൽ ബൂട്ട് പി അതർ നെറ്റ്വർക്കിലിരിക്കുന്ന ബൂട്ട് പി സെർവറിൽ എത്തിച്ചേരും. അപ്പോൾ ബൂട്ട് പി സെർവറിന് മനസ്സിലായി എന്താണ്, ഇതൊരു റിലേ ഏജൻറ്റിൽ നിന്ന് വന്ന ഒരു മെസ്സേജാണ്, അതിൻ്റെ അകത്തൊരു പാക്കറ്റുണ്ട്. ആ പാക്കറ്റിനകത്ത് എന്തോ ബൂട്ട് പി ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള IP ഫിസിക്കൽ അഡ്രസ്സുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ സെർവർ എന്ത് ചെയ്യും, ആ സെർവറിൻ്റെ ടേബിൾ നോക്കി ആ ഫിസിക്കൽ അഡ്രസ്സിന് മാച്ചായ കറസ്പോണ്ടിങ് IP അഡ്രസ്സിനെ ഫൈൻഡ് ചെയ്ത് തിരിച്ച് ആർക്ക് അയച്ചു കൊടുക്കും, റിലേ ഏജൻറ്റിന് അയച്ചു കൊടുക്കും. അപ്പോൾ റിലേ ഏജൻറ്റിന് ഈ സെർവറിൽ നിന്നുള്ള മെസ്സേജ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ റിപ്ലൈ കിട്ടുമ്പം ഇനി ആർക്ക് അയച്ചു കൊടുക്കും, ബൂട്ട് പി ക്ലയൻറ്റിന് ആ റിലേ ഏജൻറ്റിന് കിട്ടിയ മെസ്സേജ് അല്ലെങ്കിൽ റിപ്ലൈ ബൂട്ട് പി ക്ലയൻറ്റിന് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൂട്ട് പി എന്ന് പറയുന്നത്. അപ്പം ബൂട്ട് പി എന്ന് പറയുന്നത് എന്താണ്, ബൂട്ട് പി രണ്ട് സിറ്റുവേഷനുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെയിം നെറ്റ്വർക്ക്, രണ്ടാമത്തത് ഡിഫറൻറ്റ് നെറ്റ്വർക്ക്. അപ്പോൾ സെയിം നെറ്റ്വർക്ക് ആണെങ്കിൽ ഒന്നുമില്ല, ക്ലയൻറ്റ് ഇപ്പോൾ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ സെർവറിന് അത് കിട്ടും. സെർവർ കറസ്പോണ്ടിങ് ടേബിൾ നോക്കിയിട്ട് കറസ്പോണ്ടിങ് അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സിന് മാച്ചായ IP അഡ്രസ്സ് ഫൈൻഡ് ചെയ്ത് യൂണിക്കാസ്റ്റ് ചെയ്യും. ഇനി ഡിഫറൻറ്റ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഉള്ള സംഭവം എന്ന് പറയുന്നത് അവിടെ ഒരു റിലേ ഏജൻ്റ് ഉണ്ട്. ആ റിലേ ഏജൻറ്റ് ക്ലയൻറ്റിൻ്റെ മെസ്സേജിനെ അതിൻ്റെ ഡേറ്റാഗ്രാമിൽ എൻക്യാപ്സുലേറ്റ് ചെയ്ത് യൂണിക്കാസ്റ്റ് ചെയ്യും, സെർവറിന് യൂണിക്കാസ്റ്റ് ചെയ്യും. സെർവർ കറസ്പോണ്ടിങ് ടേബിൾ നോക്കി അഡ്രസ്സ് ഫൈൻഡ് ചെയ്ത് തിരിച്ച് റിലേ ഏജൻറ്റിന് കൊടുക്കും. റിലേ ഏജൻറ്റ് ബൂട്ട് പി ക്ലയൻറ്റിന് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ബൂട്ട് പിയുടെ പ്രത്യേകത. ഇനി ബൂട്ട് പി RARPയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബൂട്ട് പി ഓവർ RARP ഈസ് ദാറ്റ് ദ ക്ലയൻറ്റ് ആൻഡ് സെർവർ ആർ ആപ്ലിക്കേഷൻ ലെയർ പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് ബൂട്ട് പി എന്ന് പറയുന്നത്. പക്ഷേ RARP എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതെന്ന് അറിയും, നെറ്റ്വർക്ക് ലെയറിലെ പ്രോട്ടോക്കോളാണ്. RARPയും ARP എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. പക്ഷേ ബൂട്ട് പി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ്.
ഇനി അടുത്ത നമ്മളെ രണ്ടാമത്തെ പ്രോട്ടോക്കോളാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ DHCP. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും മിക്കപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് വരുന്ന ക്വസ്റ്റ്യനാണ് DHCP അഡ്വാൻറ്റേജ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ബൂട്ട് പി ആൻഡ് DHCP. അപ്പം ഇതിനകത്ത് പേരിൽ തന്നെ ഉണ്ട്. ആദ്യം തന്നെ പറയാം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ. ഇതെന്ന് പറയുന്ന ഒരു ഡൈനാമിക് പ്രോട്ടോക്കോളാണ് DHCP. പക്ഷേ ബൂട്ട് പി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. ഒരു ഡിഫറൻസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ബൂട്ട് പി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളും DHCP എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. DHCP എന്ന് പറയുന്ന ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ ആണെന്ന് പറഞ്ഞ് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് സ്റ്റാറ്റിക് അഡ്രസ് അലോക്കേഷനും ചെയ്യും, ഡൈനാമിക് അഡ്രസ് അലോക്കേഷൻ ചെയ്യും. സ്റ്റാറ്റിക് അഡ്രസ് അലോക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബൂട്ട് പിയിൽ ചെയ്യുന്നത് പോലെ സെയിം മെക്കാനിസം തന്നെയാണ് ഇവിടെ DHCPയിൽ സ്റ്റാറ്റിക് അഡ്രസ് അലോക്കേഷൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് ഉണ്ട്. DHCP സെർവറിൽ ഒരു ഡേറ്റാബേസ് ഉണ്ട്. ആ ഡേറ്റാബേസ് നോക്കിയിട്ട് കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കും. അതാണ് സ്റ്റാറ്റിക് അഡ്രസ് അലോക്കേഷൻ. ഇനി ഡൈനാമിക് അഡ്രസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് DHCPയിൽ ഒരു സെക്കൻഡ് ഡേറ്റാബേസ് ഉണ്ട്. സെക്കൻഡ് ഡേറ്റാബേസിനകത്ത് ഡേറ്റാബേസ് വിത്ത് പൂൾ ഓഫ് അവൈലബിൾ ഓൾ IP അഡ്രസ്സ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ IP അഡ്രസ്സിൻ്റെ ഒരു പൂളാണ് സെക്കൻഡ് ഡേറ്റാബേസ്. അപ്പം ഈ എപ്പോഴെങ്കിലും പുതിയ IP അഡ്രസ്സ് ഫൈൻഡ് ചെയ്യേണ്ട സമയത്ത് ഈ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സ്റ്റാറ്റിക് ഡേറ്റാബേസ് നോക്കും. അതില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡേറ്റാബേസിൽ നിന്നും IP അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ when a DHCP client requests a temporary IP address, the DHCP server goes to the pool of available IP address and assign an IP address for a negotiable period of time. അപ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ വരും. അതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് DHCP എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കും ഉണ്ട് ഡൈനാമിക്കും ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ബൂട്ട് പിയിൽ ചെയ്യുന്നത് പോലെ കറസ്പോണ്ടിങ് ടേബിൾ ഉണ്ട്, ആ ടേബിളിൽ നിന്ന് മാപ്പ് ചെയ്യും. ഇനി ഡൈനാമിക് അഡ്രസ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന നമുക്ക് എപ്പോഴാണ് സിറ്റുവേഷൻ വരുന്നതെന്ന് പറയുന്നത് when a host moving from one network to another network. അപ്പോൾ നിങ്ങൾ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചിട്ടുണ്ട്. ഹോസ്റ്റ് ഒരു നെറ്റ്വർക്കിൽ നിന്ന് അടുത്ത നെറ്റ്വർക്കിലോട്ട് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആവുകയോ അല്ലെങ്കിൽ പുതിയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് ഈ അഡ്രസ് അല്ലെങ്കിൽ ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന ഡൈനാമിക് അഡ്രസ് അലോക്കേഷൻ നടക്കുന്നത്. when a host move from one network to another. മനസ്സിലായല്ലേ? അപ്പോൾ ആദ്യം അതിൻ്റെ ഫസ്റ്റ് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു IP അഡ്രസ്സ് ഉണ്ട് ഒരു ഡേറ്റാബേസിൽ DHCP സെർവറിൽ. അതുണ്ടോ നോക്കി. അപ്പോൾ അതില്ലെങ്കിൽ അതായത് ഈ നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലോട്ട് ഹോസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരിക്കലും അതിൻ്റെ പെർമനൻ്റ് IP അഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു IP അഡ്രസ്സ് വേണം. അപ്പോൾ ആ ടെമ്പററി IP അഡ്രസ്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പം എപ്പോഴും ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് when a DHCP client send a request to DHCP സെർവറിന് IP അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അത് ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റാറ്റിക് ഡേറ്റാബേസിന് ഇതിൻ്റെ അതായത് ഫിസിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ട് ആയിട്ടുള്ള IP അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കും. അപ്പം നോക്കുമ്പം കാണാത്തതിൻ്റെ കാര്യം ഇത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് അടുത്ത നെറ്റ്വർക്കിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ DHCP സെർവർ രണ്ടാമത്തെ ഡൈനാമിക് കോൺഫിഗറേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഡൈനാമിക് കോൺഫിഗറേഷൻ നടക്കാൻ വേണ്ടി അതിൻ്റെ സെക്കൻഡ് ഡേറ്റാബേസിൽ നോക്കും. അപ്പോൾ സെക്കൻഡ് ഡേറ്റാബേസിൽ എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞ് ഒരുപാട് അവൈലബിൾ അഡ്രസ്സുണ്ട്, IP അഡ്രസ്സുണ്ട്. ആ IP അഡ്രസ്സിൽ നിന്ന് ഒരു ടെമ്പററി IP അഡ്രസ്സ് എടുത്ത് ആർക്ക് കൊടുക്കും? DHCP ക്ലയൻറ്റിന് അസൈൻ ചെയ്യും. അപ്പോൾ DHCP പ്രൊവൈഡ് ടെമ്പററി IP അഡ്രസ് ഫോർ എ ലിമിറ്റഡ് ടൈമാണ് അറേഞ്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ DHCP സെർവർ ഇഷ്യൂ ലീസ് ഫോർ ഇത് കുറച്ച് സമയത്തേക്ക് ഒരു ലീസിന് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ടെമ്പററി IP അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആ നെറ്റ്വർക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ആ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്ന സമയത്ത് ഈ IP അഡ്രസ്സിനെ ഇതിനെ റിലീസ് ചെയ്യാൻ പറ്റും. റിലീസ് ചെയ്യുകയും ചെയ്യും. അതായത് ടൈമിനുള്ളിൽ അതിനെ റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈം എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും IP അഡ്രസ്സ് വേണമെങ്കിൽ ആ ലീസ് റിന്യൂ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സെർവറാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത്. അതായത് ലീസ് റിന്യൂ ചെയ്യണമെന്നോ ലീസ്
അല്ലെങ്കിൽ അതിനെ ഡിസഗ്രി, അതായത് എഗ്രി ചെയ്യണമെന്നോ ഡിസഗ്രി ചെയ്യണമെന്നോ, റിന്യൂവൽ ഡിസഗ്രി ഓർ എഗ്രി ചെയ്യുന്നത് സെർവറിൻ്റെ ഓപ്ഷനാണ്. ഇഫ് ദ സെർവർ ഡിസഗ്രീസ് ദ ക്ലയൻറ്റ് സ്റ്റോപ്പ് യൂസിങ് ദ അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. DHCP എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ ഡൈനാമിക് അഡ്രസ് അലോക്കേഷൻ നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ എ സെർവർ മൂവ് ഫ്രം വൺ നെറ്റ്വർക്ക് ടു അനദർ നെറ്റ്വർക്ക്. അപ്പോൾ അയാൾക്ക് ഒരു ടെമ്പററി IP അഡ്രസ്സ് വേണം. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ എന്ത് നടക്കും? ഡൈനാമിക് കോൺഫിഗറേഷൻ നടക്കും. പക്ഷേ ഒരിക്കലും ബൂട്ട് പിയിൽ ഇങ്ങനെ ഒരു ഡൈനാമിക് കോൺഫിഗറേഷൻ നടക്കത്തില്ല. അത് സ്റ്റാറ്റിക് മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ബൂട്ട് പിയും DHCPയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ മനസ്സിലായാലും ഒരു സെക്കൻഡ് ഡേറ്റാബേസ് ഉണ്ട്. ആ സെക്കൻഡ് ഡേറ്റാബേസിൽ പോയിട്ട് ഒരുപാട് IP അഡ്രസ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു IP അഡ്രസ്സ് എടുത്ത് DHCP ക്ലയൻറ്റിന് ടെമ്പററി ആയിട്ട് കൊടുക്കുക. ആ ടെമ്പററി ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്കാണ് കൊടുക്കുന്നത്. ആ സമയം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ അഡ്രസ്സ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് റിന്യൂ ചെയ്യണം. അപ്പോൾ റിന്യൂ ചെയ്യുന്നത് എഗ്രി ചെയ്യണോ ഡിസഗ്രി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് സെർവറാണ്. മനസ്സിലായല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം DHCP, അഡ്വാൻറ്റേജസ് ഓഫ് DHCP ഓവർ ബൂട്ട് പി, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബൂട്ട് പിയിൽ മാനുവൽ കോൺഫിഗറേഷനാണ് നടക്കുന്നത്. പക്ഷേ DHCPയിൽ രണ്ടും നടക്കും. അതായത് മാനുവലിയും നടക്കും, ഡൈനാമിക്കലിയും നടക്കും. അപ്പോൾ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ബൂട്ട് പിയിലില്ല. ബൂട്ട് പിയിൽ ഉള്ളി മാനുവൽ കോൺഫിഗറേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക, ബൂട്ട് പിയിൽ മാനുവൽ കോൺഫിഗറേഷൻ മാത്രമേ നടക്കൂ. ബൂട്ട് പി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പ്രോട്ടോക്കോളാണ്. അതായത് എവറി ടൈമിൽ ഈ ചേഞ്ച് വരുന്ന സമയത്ത് ഈ മാനുവലി എന്ത് ചെയ്യണം? ഈ ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ DHCPയിൽ ഇങ്ങനെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ബൂട്ട് പിയിൽ അപ്ഡേഷൻ നടക്കുന്നില്ല. അപ്പോൾ DHCP അലോസ് ബോത്ത് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് കോൺഫിഗറേഷൻ. അതായത് സ്റ്റാറ്റിക് അഡ്രസ് ആർ ക്രിയേറ്റഡ് മാനുവലി ആൻഡ് ഡൈനാമിക് അഡ്രസ് ആർ ക്രിയേറ്റഡ് ഓട്ടോമാറ്റിക്കലി. അതാണ് ബൂട്ട് പിയും DHCPയും തമ്മിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസും ഇങ്ങനെ തന്നെ പറയാം. ബൂട്ട് പി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പ്രോട്ടോക്കോളും DHCP എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോട്ടോക്കോളുമാണ്. ബൂട്ട് പിയിൽ മാനുവൽ കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. DHCPയിൽ രണ്ടും നടക്കും, മാനുവലും നടക്കും, അതായത് ഡൈനാമിക് കോൺഫിഗറേഷൻ ഇവിടെ നടക്കുന്നത് ഓട്ടോമാറ്റിക്കലായിരിക്കും. പിന്നെ മറ്റേ ഞാൻ പറഞ്ഞു ബൂട്ട് പി RIRPയുടെ ഒന്നും ഇവിടെയും കൂടെ കാണിച്ചതേ ഉള്ളൂ. ബാക്കി ഇത്രയേ ഉള്ളൂ ബൂട്ട് പിയും DHCPയും. അപ്പോൾ ബൂട്ട് പിയും DHCPയും ബേസ് ചെയ്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗീവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൂട്ട് പി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബൂട്ട് പിയുടെ എക്സ്പ്ലനേഷൻ ചെയ്താൽ മതി. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബൂട്ട് പി ആൻഡ് DHCP. അപ്പോൾ മാർക്ക് അനുസരിച്ച് നിങ്ങൾ അത് എഴുതിയാൽ മതി. രണ്ടിൻ്റെയും എക്സ്പ്ലനേഷൻ കുറച്ച് കൊടുക്കാം. അപ്പോൾ 3 മാർക്കിനൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളത് കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ ക്ലിയർ ആയല്ലേ? ഇപ്പം ബൂട്ട് പിയും DHCP എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? IP അഡ്രസ്സ് ഫ്രം ഫിസിക്കൽ അഡ്രസ്സ്. അപ്പം ബൂട്ട് പി എന്ന് പറയുന്നത് നമ്മൾ ആ 2 ഫിഗർ ഉണ്ട്, അതൊന്നും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. DHCP ഡൈനാമിക് അഡ്രസ് കോൺഫിഗറേഷൻ, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന്. അപ്പോൾ അതും എക്സ്പ്ലെയിൻ ചെയ്യണം.